ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയ ന്യൂനമർദ്ദം. സെപ്റ്റംബർ ആദ്യ വാരത്തോടെ ഈ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. ഈ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറാനും സാധ്യത. സെപ്റ്റംബർ മാസം കേരളത്തിലും തമിഴ്നാട്ടിലും അതിശക്തമായ മഴ ലഭിക്കും. വരും മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത. വീണ്ടും കേരള തീരത്തെ കള്ളക്കടൽ പ്രതിഭാസം. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെയുള്ള തീരങ്ങളിൽ ആഗസ്റ്റ് 28 വൈകുന്നേരം 5:30 വരെ 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. കന്യാകുമാരി തീരത്തെ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് ആവശ്യമെങ്കിൽ മാറി താമസിക്കുക. മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കുക. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിച്ചു. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുണ്ടായ പ്രളയത്തിന് കാരണം മഞ്ഞുമല ഇടിഞ്ഞത്. മഹാപ്രളയത്തിൽ 1500 പേരെ കാണാതായി, 280 പേർ മരിച്ചതായി റിപ്പോർട്ട്. മരണസംഖ്യ വീണ്ടും ഉയരും. പ്രളയത്തിൽ 288 ഇന്ത്യക്കാരെ കാണാതാവുകയും ചെയ്തു. മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു.